എന്ത് വിട്ടുതരായി പറയുന്നത്? അല്പമെങ്കിലും വിവരമുണ്ടോ? ഡയമണ്ട്സ് കൊടുത്തിട്ട് കാശ് വാങ്ങാതെ വന്ന് നിൽക്കുന്നു. സാർ, ജോർജ് കൂട്ടിക്കൊണ്ട് വന്ന പാർട്ടി ശരിയല്ല. രണ്ടുപേരും നമ്മളെ ചതിച്ചറിയാവോ? നമ്മുടെ കയ്യിൽ ഡയമണ്ട്സ് വാങ്ങിച്ചിട്ട് 5 മണിക്ക് കാശ് തരാമെന്ന് അവർ പറഞ്ഞത്. 4 ദുബായിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ബുക്ക് ചെയ്തു. ഈ കേശവനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? നോ, അവരിനി ജീവിച്ചിരിക്കാൻ പാടില്ല. എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് അവർ തീർത്തേക്ക്. ഓക്കെ സാർ, വേഗം വരടാ. അല്ല, ഇതാര് പ്രിയമോളോ? സാരി ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. എന്താ മോളെ ഒരു വല്ലായ്മ? ഒന്നുമില്ല. എങ്ങോട്ടാ പോകുന്നേ? ഷോപ്പിംഗ്. ഏത് വണ്ടിയിലാ പോകുന്നേ? ഓട്ടോയില്. എന്താ മോളെ പോയി ഓട്ടോയിലായോ? ഇന്ന് ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാം. വാ. വേണ്ട. വാ മോളെ വാ. മാണിക്യം, അയാള് കേശവൻ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? ആ പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. മാണിക്യം. ഹലോ. ഹലോ. അല്ല, നിങ്ങൾ ഇറക്കി വിട്ടിച്ച് പോയില്ലേ? അവരാരാ? ഡാഡിയാ. നിങ്ങളുടെ അച്ഛനാ? അതെ. ഓ, എങ്ങോട്ട് പോകണം? അടൂരിലേക്ക്. ക്ഷമിക്കണം, ഇന്ന് വണ്ടി അങ്ങോട്ട് പോവില്ല. വേറെ ഓട്ടോ പിടിച്ചോളൂ. നിങ്ങളുടെ ഓട്ടോ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വണ്ടി വരില്ലെന്ന്. എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം പറയണം, പ്ലീസ്. വന്നിരുന്നുള്ളൂ. എന്തോ പ്രധാനപ്പെട്ട വിഷയം പറയണമെന്ന് പറഞ്ഞത്? നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ് തീരുമാനം എടുക്കണം. എന്നോട് പറഞ്ഞിട്ട് തീരുമാനമെടുക്കണമെന്നോ? എന്നാ പറഞ്ഞോളൂ. ഒരുത്തിൻ്റെ അടുത്ത് ഒരു പെണ്ണ് ഒരുപാട് നാൾ ഇടപഴകിയ ശേഷം അവനൊരു സ്മഗ്ലർ, ഗാങ്സ്റ്റർ, കൊലപാതകി എന്നറിഞ്ഞാൽ ആ പെണ്ണ് എന്താ ചെയ്യണ്ടേ? അവരുടെ അടുത്ത് മാറുന്നതാ നല്ലത്. അതാരായിരുന്നാലും? ആരായിരുന്നാലും എന്താ, ദുഷ്ടൻ ദുഷ്ടൻ തന്നെ. ആ ദുഷ്ടൻ ആരാന്നറിയോ? അറിയില്ല. എന്റെ അച്ഛൻ. ഇനിയൊരു കാര്യം പറഞ്ഞോളൂ. ഒരുത്തിൻ്റെ അടുത്ത് ഒരു പെണ്ണ് കുറെ ദിവസം ഇടപഴകിയതിനു ശേഷം പാവപ്പെട്ടവനാണെങ്കിലും ഒളിവും ചതിയും ഇല്ലാത്തവൻ, ദയവുള്ളവൻ, നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞാൽ ആ പെണ്ണ് എന്താ ചെയ്യണ്ടേ? മനസ്സിന് ഇഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇഷ്ടമാണെന്നങ്ങ് പറയണം. അത് ആരാണെങ്കിലും. മനസ്സിന് ഇഷ്ടപ്പെട്ടു പോയില്ലേ, ആരായിരുന്നാലും എന്താ? അത് ആരാന്നറിയോ? ആരാത്? നിങ്ങളാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഒന്ന് താഴെ ഇറങ്ങി വാ. ഇങ്ങോട്ടിറങ്ങ. അത് പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് എന്നോട് ഇടപെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വഴിക്ക് വരില്ലായിരുന്നു. എനിക്കും പ്രേമത്തിനും ഒരുപാട് അകലമുണ്ട്. അത് ചേരില്ല. അതിനുവേണ്ടി വേറെ ചെല്ലുണ്ട്. അവരെ സമീപിച്ചോളൂ. എന്നെ വിട്ടേക്ക്. ബായ്. മാണിക്കം, ഇതൊക്കെ തമാശയാണെന്നാണോ കരുതിയത്? എന്നെ ഇവിടെ വിട്ടിട്ട് പോവുകയല്ലേ? എത്ര നേരമായാലും ശരി, എത്ര ദിവസങ്ങളായാലും ശരി, നിങ്ങളായിട്ട് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്നവരെ ഞാൻ ഇവിടെ വിട്ട് അനങ്ങില്ല. നിങ്ങളായിട്ട് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകുന്നവരെ ഞാൻ ഇവിടെ വിട്ട് അനങ്ങില്ല.
ഞാൻ വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തോ എൻ്റെ മനസ്സ് മാറിപ്പോയെന്നൊരു തോന്നലുണ്ടാകരുത്. മനസാക്ഷി ഉള്ളതുകൊണ്ട് വന്നതാ. ഓരോരുത്തരുടെയും ആകാരഭംഗിയുണ്ട്, വിലയിരുത്തരുത്. ഇന്ന് എല്ലാറ്റിനും ഒരു മാറ്റം കാണുന്നുണ്ടല്ലോടാ. പ്രിയ സാരി എടുത്തിട്ട് വന്നില്ലേ, അതൊരു മാറ്റം. അവളുടെ സംസാരത്തിനൊരു മാറ്റം. രാത്രി 12 മണിയായിട്ടും വീട്ടിലേക്ക് വരാതിരിക്കുന്നില്ലേ, ഇത് വല്ലാത്തൊരു മാറ്റം. സാർ, ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടെത്തി, ഇറങ്ങിക്കോളൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്റ്റൈലാണിയാ. ഞാൻ പറഞ്ഞതല്ല മനസ്സിലായി കാണുന്നില്ല. നിങ്ങൾ പറയുന്ന മലയാളം കേൾക്കാൻ സ്റ്റൈലായാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. വരട്ടെ കണ്ണ. കുഞ്ഞെ, ഇന്നലെ മുഴുവനും പനിയായിരുന്നു. കച്ചവടം ഒന്നും നടന്നില്ല. ഇപ്പോഴാ തുറന്നത്. മോൻ പോയിട്ട് പിന്നെ പോ. കാശില്ലേ? അണ്ണൻ ഇന്ന് വരുമെന്നുള്ള കാര്യം അറിയില്ലേ? അപ്പൊ കാശെടുത്ത് വെക്കട്ടെ. എന്താ പറഞ്ഞാ മനസ്സിലാകത്തില്ല നിനക്ക്. കാശെടുക്കണ മര്യാദക്ക്. പോയിട്ട് വരാനോ? പൈസ എടുക്കണം. പൈസ തന്നില്ലെങ്കിൽ എന്താ നടക്കുന്ന എനിക്കറിയാമോ? മര്യാദ കണ്ണന്റെ കാശെടുക്കണം. എന്താണ് എവിടെ വെച്ചിരിക്കുന്നു? മര്യാദക്ക്. നമസ്കാരം അനിയ. ഞാൻ അറിഞ്ഞനിയ ഈ ഏരിയയിൽ ചാർജ് എടുത്ത വിവരം. എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. പിന്നെ പോലീസിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. പക്ഷെ ആരുടെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്ന് വേറൊരു നിയമമുണ്ട്. അതാണ് ഈ ഇന്ദ്രൻസിന്റെ നിയമം. നീ അറിവിൽ ശിശുവാ. നിന്റെ വലിയ ഓഫീസർമാരുണ്ടല്ലോ, അവരെടുത്ത് ചോദിച്ച് മനസ്സിലായിക്കോ. അതാ നല്ലത്. ഇല്ലെങ്കിൽ തല കാണില്ലടാ. ഇവനൊരു കൊച്ചു ചേർക്കല്ലേ, അറിയാതെന്തോ. ചേട്ടാ മാറി നിൽക്കേ. നീ എന്ത് ചെയ്യും? ഇത് ഇന്ദ്രന്റെ നാടാണ്. ഞാൻ പറയുന്നതാ നിയമം. കാക്കിയിട്ടുണ്ട് നിയമം പഠിപ്പിക്കാൻ വന്ന ഇവിടെ ഒരു ചുക്ക് നടക്കില്ല. ഇന്ദ്രൻ ആരോടും സംസാരിച്ച് സമയം കളഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ സംസാരിച്ചതിന് ഇവിടെ കെട്ടിയിട്ട് തൊലിയുരിക്കുക വേണ്ടത്. ഇതുകൊണ്ട് വിടുന്നു. എന്റെ അനിയനൊന്നും ചെയ്യും. ഈ ഇന്ദ്രന്റെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ കെട്ടിയിട്ട് അവനെ ഞാൻ അടിക്കും. അവൻ എന്റെ ആളുകളെ അടിച്ചത്. ഇവനെ കെട്ടിയിട്ട് അടിക്കാൻ പോവുകയല്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ചുമ്മാതിരിക്കടാ അണ്ണാ. വിവരമില്ലാത്ത ചെറുക്കനാ, അറിയാതൊന്നും ചെയ്തു പോയതാ. അവനൊന്നും ചെയ്യില്ലേ. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നേക്ക്. എന്റെ അനിയനൊന്നും ചെയ്യില്ലേ. ഞാൻ അപേക്ഷിക്കുന്നു. ഈ പുണ്യവാൻ അങ്ങ് കൊണ്ടുപോകും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇനി ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല. ആരും പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട. മാണിക്യം, നിന്നെ രക്ഷിക്കാൻ നിന്റെ ചേട്ടനാ വന്നത്. പറ്റുമെങ്കിൽ നീ നിന്റെ അണ്ണനെ രക്ഷിക്ക്. അവനെ പോസ്റ്റിൽ കെട്ടടാ.
ഭാഷയെ നോക്ക്, പുഞ്ചിരി തൂകും മുഖം നോക്ക്. ഭൂമിയോളം ശ്രമിക്കുന്നവൻ ചോരവാർന്ന് ഒഴുകുമ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്നവൻ. ചാട്ടവാറിലടിക്കുമ്പോഴും ശാന്തനായി നിന്നിടുന്നു. ദേഹമെല്ലാം വേകുമ്പോഴും വെളിച്ചമേകും ദീപമാണിവൻ. ഇവൻ ലോകമെങ്ങും ധീരനായി നിന്നവനല്ലോ. ഇവനെ പാപിയെന്നു മുദ്ര കുത്തിക്കാട്ടുവതല്ലേ. ഇവനെ പാപിയെന്നു മുദ്ര കുത്തിക്കാട്ടുവതല്ലേ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്തിനാ ചേട്ടാ ഇത്? അവന്മാർ ഇങ്ങനെ അടിച്ചല്ലോ. ചേട്ടൻ എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ അടികൊണ്ടത്? ഒരു പൂച്ച പോലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ചീറ്റു. ഇതുവരെ ചേട്ടൻ ആരെ അടിച്ചിട്ടില്ലേ? ചേട്ടന് ദേഷ്യം വരില്ലേ? Ha 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 ha.